എങ്ങനെ ഉണ്ടെന്ന്. ചേന നിൽക്കുന്നു. നമുക്ക് കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഈ തേങ്ങയ്ക്കകത്തോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം, കറിവേപ്പില വെച്ച് കൊടുക്കാം, വെളുത്തുള്ളി ഇടാം, ചെറിയ ഉള്ളി ഇടാം, കാന്താരി ജീരകം ഇട്ട് കൊടുക്കും, മഞ്ഞളിടാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാം. കുക്കറിനകത്തോട്ട് ഇത്രയും ചെറുപയറൊന്ന് പുഴുങ്ങിയെടുക്കാം. ചേനത്തട നമ്മൾ അരിച്ച് ഉപ്പൂടിട്ട് ഒന്ന് ഞെവിടിയതിന് ശേഷം നമുക്കിത് കഴുകി വാരി എടുക്കാം. ഉപ്പിട്ടൊന്ന് ഞെവിടണം. ഒരു സീസണൽ ഫുഡ് ഉണ്ടാക്കുക. ഉപ്പ് വരലിട്ട് വൃത്തിയായിട്ട് ഞെവിടി കഴുകി പിഴിഞ്ഞെടുക്കണം. ഓക്കെ, അത് നമ്മൾ ചേനയുടെ തട നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കഴുകി പിഴിഞ്ഞെടുത്തിരിക്കുക. ഓക്കെ, ഇതിന് അരപ്പിട്ട് കൊടുക്കണം, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അമ്മച്ചി പറയണം എന്താ തോരൻ വെക്കുന്നതെന്ന് വെച്ചാൽ ആ കഷ്ണം ആദ്യം അരിയണം. അരിഞ്ഞിട്ട് അരപ്പ് ഉപ്പും എല്ലാം കൂടെ ചേർത്ത് ഇളക്കി ഞെവിടി വെച്ചതിന് ശേഷം നമ്മൾ കടുക് വറുത്ത് അതിനകത്തോട്ട് ഇടുമ്പം ആ കഷ്ണത്തിനകത്തെല്ലാം അരപ്പ് നല്ല വൃത്തിയായിട്ട് പിടിക്കുന്നു. അപ്പം ഞാൻ അമ്മച്ചി പറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ തോരൻ വെക്കുന്നത്. ഇത് കണ്ടോ, ഇപ്പം നല്ല വൃത്തിയായിട്ട് അരപ്പെല്ലാത്തിലും പിടിച്ചു. നമ്മളല്ലാതെ കടുവൊക്കെ വറുത്തിട്ട് അങ്ങോട്ടിട്ട് എത്ര ഇളക്കിയാലും നമ്മൾക്ക് ഇതേപോലെ പിടിച്ച് കിട്ടത്തില്ല. ഇതാകുമ്പോൾ ആ ഉപ്പും അരപ്പും എല്ലാം എല്ലാ കഷ്ണത്തിലും ശരിക്കും പിടിച്ച് കിട്ടും. ഓക്കെ, ഇത് ഞാൻ അല്പം നേരം പൊത്തി വെച്ചിട്ട് നമുക്കിനി കടുക് വറുക്കാം. വെളിച്ചെണ്ണ കടുക് ഇട്ട് കൊടുക്കാം. അതിനകത്ത് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ ആ ഇളക്കി വെച്ചതിനകത്തോട്ട് നമ്മൾ പുഴുങ്ങി വെച്ച ചെറുപയറില്ലേ അതൊന്നും ഇടാം. ഒന്ന് ഇളക്കാം. കടുക് വറുത്തതിനകത്തോട്ട് നമുക്കൊന്ന് കുറച്ച് ഇട്ട് കൊടുത്ത് ഇളക്കി വെക്കണം. ഇതാ നമ്മുടെ ചേനത്തട തോരൻ റെഡി. സീസണൽ തോരൻ. ഒരല്പം എടുത്തൊന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. വളരെ ടേസ്റ്റായിട്ട് ചെറുപയറും അരപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് അതിൽ ഞെവിടിയിട്ട് നമ്മൾ തോരൻ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്.